മോഹൻലാലിന്റെ വൃഷഭ തിയേറ്ററുകളിലേക്കെത്താൻ ഒരുങ്ങുകയാണ്. മോഹൻലാൽ സാങ്കല്പിക ചരിത്രപുരാണ കഥാപാത്രമായി എത്തുന്ന ചിത്രമാണിത്. കോടികൾ മുടക്കിയ ചിത്രം മോഹൻലാലിന്റെ മുമ്പിറങ്ങിയ ചരിത്ര സിനിമകളെ പോലെ ചാരമാകുമോ? മോഹൻലാൽ ചരിത്രപുരാണ കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ ഒരൊറ്റപ്പടം പോലും ഇതുവരെ നിലം തൊട്ടിട്ടില്ല. എല്ലാം പൊട്ടിപ്പാളീസായ ചരിത്രമാണ് ഉള്ളത്. വൃഷഭയ്ക്കും മറിച്ചൊരു ചരിത്രം സൃഷ്ടിക്കാനാകുമെന്ന് ടീസറും ട്രെയിലറും കണ്ടിട്ടു തോന്നുന്നില്ല. AI സ്പെഷ്യൽ ഇഫക്റ്റ് അതിപ്രസരമാണ് ട്രെയിലറിൽ നിറച്ചിരിക്കുന്നത്. മുൻപ് സെയ്ഫ് അലി ഖാനെ രാവണനായും പ്രഭാസിനെ രാമനായും അവതരിപ്പിച്ച അവരാധ സിനിമ പോലെ തന്നെയായിരിക്കും ഈ ചിത്രവും എന്ന് സ്പെഷ്യൽ ഇഫക്റ്റുകളുടെ അതിപ്രസരം കണ്ടിട്ടു തോന്നുന്നുണ്ട്. നോക്കൂ, കടത്തനാടൻ അമ്പാടി മുതൽ ഇങ്ങ് ബറോസ് വരെ ചരിത്രകഥാപാത്രങ്ങളുമായി മോഹൻലാൽ എത്തിയ ഏതെങ്കിലും ഒരു പടം വിജയിച്ചിട്ടുണ്ടോ? നിർമ്മാതാവിന്റെ കളസും കീറിയ പടങ്ങളായിരുന്നു ഇവയൊക്കെ. കടത്തനാടൻ അമ്പാടി, കാലാപാനി, മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, കണ്ണപ്പ, എന്റെ പോന്നോ, എന്തു പൊളി പടങ്ങളായിരുന്നു. വേറെയും ചിലതുണ്ട്. ഇതൊന്നും തിയേറ്ററുകളിൽ മാത്രമല്ല OTTയിൽ പോലും ക്ലച്ചു പിടിച്ചില്ല. മലയാളത്തിൽ അല്ലാതെ മോഹൻലാൽ ഇതര ഭാഷാ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചപ്പോഴും വലിയ ഹിറ്റുകളൊന്നും പിറന്നിട്ടില്ല. ജനതാ ഗാരേജ് ആണ് കൊള്ളാവുന്ന വിജയം നേടിയ ചിത്രം. ഇതിലും നായകനായിരുന്നില്ല. ജൂനിയർ NTRന്റെ മികച്ച പ്രകടനവും ത്രസിപ്പിക്കുന്ന കഥയുമൊക്കെയായിരുന്നു ആ ചിത്രത്തിന്റെ ജീവൻ. തമിഴിൽ വിജയ്ക്കൊപ്പം അഭിനയിച്ച ജില്ല വിജയിയുടെ മറ്റു ചിത്രങ്ങളെ പോലെ വൻ വിജയമായിരുന്നില്ല. ഈയിടെ പുറത്തിറങ്ങിയ കണ്ണപ്പയുടെ കാര്യം കട്ടപ്പുകയായി. ഇവക്കിടയിലേക്കാണ് മോഹൻലാൽ നായകനായ വൃഷഭ പുറത്തിറങ്ങുന്നത്. കഥ എന്താണെന്നു വ്യക്തമാക്കുന്നില്ലെങ്കിലും അതിഭീകര സ്പെഷ്യൽ ഇഫക്റ്റ് AI പ്രകടനങ്ങളല്ലാതെ മറ്റൊന്നും ചിത്രത്തിന്റെ ടീസറിലും ട്രെയിലറിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ മുൻപ് ചെയ്ത ചിത്രങ്ങളെല്ലാം തരക്കേടില്ലാതെ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാക്കിയ സംവിധായകനാണ് വൃഷഭയുടെ സംവിധായകൻ എന്നതാണ് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു പ്രതീക്ഷ. ലാലേട്ടൻ ഫാൻസ് പോലും ഈ ചിത്രത്തിന് വേണ്ട പ്രചാരണം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഒരു പൊട്ടിപ്പൊളിയിൽ അവരും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഹൈപ്പുമില്ലാതെ എത്തി വൻ ഹിറ്റാകാനുള്ള സാധ്യത വൃഷഭക്കുണ്ടോ? കണ്ടറിയാം.